ഹായ് മധു. താനെന്നത്ര സന്തോഷവതിയായിരിക്കും എനിക്കറിയാം. ആ സന്തോഷം കണ്ണുനിറയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മുഖം പോലും കാണണ്ടെന്ന് മധു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തിരികെ പോകുന്നു. അറിയാതെയാണെങ്കിലും അന്ന് ആ ലെറ്റർ തൻ്റെ നോട്ട്ബുക്കിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തു. ഫ്ലാറ്റിൽ വെച്ച് തൻ്റെ മനസ്സ് വേദനിപ്പിച്ച് വീണ്ടും ഞാൻ തെറ്റ് ചെയ്തു. തനിക്കെന്നെ ഇഷ്ടമല്ലെന്നറിയാമായിരുന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതും എൻ്റെ തെറ്റ് തന്നെയാണ്. ഇതെല്ലാം തെറ്റാണെന്നറിയാമെങ്കിലും എന്തുകൊണ്ടാണ് തന്നോട് ഇത്രയേറെ ഇഷ്ടമെന്ന് എനിക്കറിയില്ല. സ്നേഹിക്കുന്നവരെന്ത് ചോദിച്ചാലും അത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് താൻ ചോദിച്ച ഡൈവോഴ്സ് പേപ്പർ പോലും ഞാൻ തരുന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? എല്ലാം എന്റെ തെറ്റായിരുന്നു. എന്റെ സ്വാർത്ഥത കൊണ്ടായിരുന്നു. എത്രമാത്രം കഷ്ടപ്പെട്ടു നീ. എവിടെയാ നീ? നിന്നെ വിട്ട് ഞാൻ പോവില്ല. നിന്നെ വിട്ട് ഞാൻ പോവില്ല. ഞാൻ വിജയ സംസാരിക്കുന്നത്. ബണ്ണി ഇല്ല. നിനക്കിനിയും മതിയായില്ലേ? നീ കാരണം അവന് പഠിത്തം പോലും നഷ്ടപ്പെട്ടത്. ഒരു പ്രാവശ്യം ചത്ത് ജീവിച്ചതവൻ. ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിട്ടൂടെ? ഇത്രയൊക്കെ ചെയ്തത് മതി. അവനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരൊറ്റ തവണ എനിക്ക് ബണ്ണിയോട് സംസാരിച്ചാൽ മതി. അവൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി. ഇപ്പൊ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ കണ്ടേക്കും. ഒന്ന് സഹായിക്കണം. എന്റെ ഭർത്താവിന് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലെ മോളെ ദയവ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒന്ന് ഇറക്കി തരാമോ? മോളെ ആ ഫോണും തരാമോ? ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. മെഡിക്കൽ കോളേജിൽ നിന്ന് വരും സർ. മെഡിക്കൽ കോളേജിൽ നിന്നോ? എടി സാവിത്രി, നീ പിന്നെയും ബിസിനസ് തുടങ്ങി അല്ലേടി? ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ സർ? ഇവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല സർ. ഇത്ര കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യമാണ് സർ. മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ്. എന്താണ് സർ? സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞ് ഫോണിൽ ബിസിനസ് നടത്തിയാണ്. ഇതാരുടെ അടി? നിന്റെ ഫോണായിട്ടാണോ? ഇവിടെ അറിയത്തില്ല എന്ന് പറഞ്ഞത്. മിണ്ടിപ്പോരുത്. കോൺസ്റ്റബിൾ, പുതിയ ആളായതുകൊണ്ടാണ്. അരമണിക്കൂറിന്റെ കേസല്ലേ ഉള്ളൂ. അത് ശരിയാ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ സർ. കോൺവെക്കേഷനാണ് ഞാൻ വരുന്നത് സർ. പ്ലീസ്. കോൺവെക്കേഷനോ? ഏത് ലോഡ്ജ് അത്? ഒറ്റ രാത്രിക്ക് എത്രയാ നിന്റെ റേറ്റ്? കല്യാണം കഴിഞ്ഞോന്നോ? അങ്ങനാണെങ്കിൽ നിന്റെ ഭർത്താവായിരിക്കുമല്ലോ ബ്രോക്കർ. ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യടി? എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്താലും പണം കൊടുക്കുന്ന പതിവേ എനിക്കല്ല. ഇവളുമാരുടെ ഫോട്ടോ എടുത്ത് എല്ലാ പത്രങ്ങളിലും കൊടുത്തേക്ക്. ഇറങ്ങി വാടാ. എന്താടാ? മധു ഫോൺ ചെയ്തിരുന്നു. നീ പോവാൻ പറ്റേ? മധു ഫോൺ ചെയ്തു? അവള് വല്ലാത്ത ഫീലിംഗിലായിരുന്നാ. അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്.
ആരെങ്കിലും ഫോൺ ചെയ്ത് പറയണോ? എന്നാ വിളിച്ചോ. മധു, എന്തു പറ്റി മധു? മധു, എന്തു പറ്റി മധു? മധു, നീ എവിടെയാ? ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. ആ ഫോൺ കൊടുത്ത് വാങ്ങിക്കാം. നിന്റെ അച്ഛനോടും ഭർത്താവിനോടും ചോദിക്ക്. നീ എന്റെ മോൾ അറസ്റ്റ് ചെയ്യാറായടാ. ഇപ്പൊ എങ്ങനുണ്ടടാ? ടൈമാടാ, ടൈം. ദേ കണ്ടില്ലേ നിന്റെ മോള് കിടക്കുന്നു, വ്യഭിചാര കുറ്റത്തിനകത്ത് കിടക്കുന്നത്. എടുത്തടാ. എടുത്തു സാർ. എന്റെ ദേഹത്ത് നീ കൈവെക്കാടാ. നാളെ നേരം വെളുത്താൻ നിന്റെ ശവം പോലും ഞാൻ വെച്ചേക്കില്ല. അത് നാളെയല്ലേ? എന്നാൽ ഇന്ന് തന്നെ വ്യഭിചാര കുറ്റത്തിന് പിടിയിലായ സൂര്യനാരായണന്റെ മകളുടെ ഫോട്ടോ സായാഹ്ന പത്രത്തിൽ വരും. ഇന്നത്തോടെ നിന്റെ പേരും അഭിമാനവും നിന്റെ 4 ലക്ഷത്തിൽ പര വോട്ടും എല്ലാം ഫിനിഷ്. സാർ ഇവിടെ മുഖം മറച്ചു പിടിക്കുന്നു. ഏയ് നീ എന്തിനാ മുഖം ഏയ്, വിട്ടേക്കടാ. ഇല്ലടാ, നീ അത്ര ഈസി ആയി ചാകരുത്. അപമാനം കൊണ്ട് നീറി നരകിച്ച് ചാകണം. വാടാ, വാ, കാണ്, നീ കാണ്, നോക്ക്, നോക്കടാ നിന്റെ ഭാര്യ. നിന്റെ ഭാര്യയെ റെയ്ഡിൽ പിടിച്ചതാടാ. നിന്റെ ഭാര്യ ഒരു വേശ്യ. എന്താ നീ കാണിക്കുന്നേ?
അത് മതി. എന്റെ മധുമതിയോട് ഇവൻ ചെയ്തെന്താണെന്നറിയാമോ സാർ? ബ്രൂട്ടൽ കേസാണ് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. എന്റെ മധുമതി ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ അവരെ കൊല്ലും സാർ. അത്രയ്ക്ക് ജീവനാ സാർ എനിക്ക് എന്റെ മധുമതിയെ. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ സാർ. I love you, Madhu. I love you. നീ അല്ലാതെ എനിക്ക് ആരുമില്ല മധു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മധു. ബന്നി പൊയ്ക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം.